ഡോക്ടർ മൻമോഹൻ സിംഗിൻ്റെ നിര്യാണം രാജ്യത്തിന് ഒരിക്കലും നികത്താനാകാത്ത നഷ്ടമാണ്. നമ്മുടെ രാജ്യത്തെ ഏറ്റവും വലിയൊരു പ്രതിസന്ധിയിൽ രാജ്യത്തെ രക്ഷിച്ച ആളാണ് അദ്ദേഹം. 1991 അദ്ദേഹം ധനകാര്യമന്ത്രിയായി. അദ്ദേഹം വലിയ സാമ്പത്തിക വിദഗ്ധനായിരുന്നു. RBIയുടെ ഗവർണറായി തൊട്ട് UN-ലും ലോകബാങ്കും ഒക്കെ അദ്ദേഹത്തിൻ്റെ സാമ്പത്തിക പ്രാഗൽഭ്യത്തെ അംഗീകരിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് പ്രധാനമന്ത്രി ശ്രീ നരസിംഹറാവു അദ്ദേഹത്തെ ധനകാര്യമന്ത്രിയായി നിയമിച്ചത്. അന്ന് രാജ്യം ഏറ്റവും വലിയ സാമ്പത്തിക പ്രതിസന്ധിയെ നേരിടുകയാണ്. നമുക്ക് ഒരാഴ്ച ഇറക്കുമതി ചെയ്യുവാനുള്ള എണ്ണ ഇറക്കുമതി ചെയ്യേണ്ട അനിവാര്യമാണ്. ഉള്ള വിദേശ നാണ്യം പോലുമില്ല. മറ്റൊന്നും ഇറക്കുമതി ചെയ്യാൻ ഒരു പൈസയുമില്ല. രാജ്യത്തിൻ്റെ ക്രെഡിബിലിറ്റി ഏറ്റവും കുറഞ്ഞ ലോകരാജ്യങ്ങൾ ആരും നമ്മളെ സഹായിക്കുന്നില്ല. അത്തരം ഒരു സാഹചര്യം ഉണ്ടാകും. നിങ്ങൾ ഓർക്കുമെങ്കിൽ നമ്മുടെ ചന്ദ്രശേഖര പ്രധാനമന്ത്രിയായ സമയത്ത് സ്വർണം കൊണ്ട് പണയം വെച്ചാണ് നമ്മൾ രൂപ അടിച്ചത്. ലണ്ടനിൽ കൊണ്ട് പണയം വെച്ചിട്ടാണ് നമ്മൾ ഓരോ ദിവസവും എന്നാ കേട്ടിട്ടുണ്ടല്ലോ, ഈ ഒന്നുമില്ലാച്ചപ്പം കെട്ടുതാലി കെട്ടിച്ച് പണയം വെച്ച് അത്താഴത്തിന് അരി മേടിക്കുന്നത്. എന്ത് പറയുന്ന പോലെ സാഹചര്യം ഈ രാജ്യത്തുണ്ടായി. ആ സമയത്ത് ആ പ്രതിസന്ധിയെ രക്ഷിച്ചത് മൻമോഹൻ സിംഗാണ്. അദ്ദേഹം അതുവരെ ഉണ്ടായിരുന്ന സാമ്പത്തിക നയത്തിൽ വിപ്ലവകരമായ മാറ്റം പ്രഖ്യാപിച്ചു. അതിന് വലിയ എതിർപ്പുണ്ടായിരുന്നു. ഇടതുപക്ഷങ്ങൾ തന്നെയല്ല, കോൺഗ്രസിൽ നിന്നും എതിർപ്പുണ്ടായിരുന്നു. പക്ഷേ അദ്ദേഹത്തിൻ്റെ ദീർഘവീക്ഷണം, അദ്ദേഹത്തിന് ഉറപ്പായിരുന്നു അദ്ദേഹത്തിൻ്റെ ആ പരിഷ്കാരങ്ങൾക്ക് മാത്രമേ രാജ്യത്തെ രക്ഷിക്കാൻ കഴിയൂ എന്നുള്ളത്. അത് തെളിയിക്കുകയും ചെയ്തു. ചരിത്രം അത് തെളിയിക്കുക. ഭാവി അറിയാമല്ലോ, സംഭവവികാസങ്ങൾ അത് തെളിയിക്കുകയും ചെയ്തു. അന്ന് അദ്ദേഹം അത് ചെയ്തില്ലായിരുന്നെങ്കിൽ ഇന്ത്യ വലിയ തകർച്ചയിലേക്ക് പോവുകയും ഒരു പക്ഷെങ്കിൽ സോവിയറ്റ് യൂണിയൻ്റെ പാതയിൽ ഇന്ത്യ എത്തുമായിരുന്നു. അതിൽ നിന്ന് ഇന്ത്യയെ രക്ഷിച്ച ഏറ്റവും വലിയ രക്ഷകനാണ് മൻമോഹൻ സിംഗ്. അദ്ദേഹം അന്ന് തുടങ്ങിയ സാമ്പത്തിക പരിഷ്കാരങ്ങൾ, അടിസ്ഥാനമിട്ട സാമ്പത്തിക മാറ്റങ്ങൾ ആണ് രാജ്യത്തിന് പിന്നെ തുണയായത്. ഇന്ന് ഇന്ത്യ സാമ്പത്തികമായും വ്യാവസായികമായും മറ്റു രംഗങ്ങളിലും എല്ലാ രംഗങ്ങളിലും വളരെ വേഗം മുന്നോട്ട് പോയിട്ടുണ്ട്. എങ്കിൽ അതിനെല്ലാം കാരണം അന്ന് മൻമോഹൻ സിംഗ് ഇട്ട അടിസ്ഥാനമാണ്. മൻമോഹൻ സിംഗ് തുടങ്ങി വെച്ച പരിഷ്കാരങ്ങളാണ്. അന്ന് എതിർത്തവരെല്ലാം, അന്ന് കോൺഗ്രസിൽ നിന്ന് എതിർത്തവരും ഇടതുപക്ഷത്തു നിന്ന് എതിർത്തവരും എല്ലാവരും പിന്നീട് അത് സമ്മതിച്ചു. പിന്നീട് ഇടതുപക്ഷം പിന്തുണയ്ക്കുന്ന ഗവൺമെൻറ്റുകളും വന്നു. അവരും ഈ നയം തന്നെ തുടർന്നു. അവരും ഈ നയത്തിൽ നിന്നൊരു മാറ്റവും വരുത്തിയില്ല. അങ്ങനെ വളരെ ദീർഘവീക്ഷണത്തോടെ രാജ്യത്തെ ഒരു പ്രതിസന്ധിയിൽ നിന്ന് രക്ഷിച്ച ധനകാര്യമന്ത്രിയായിരുന്നു അദ്ദേഹം എന്ന് പറയാതിരിക്കാൻ കഴിയില്ല. അതുപോലെ തന്നെ അദ്ദേഹം പ്രധാനമന്ത്രിയായത് UPA ആണ്. ഒന്നാം UPA ഏറ്റവും വലിയ വിജയമായിരുന്നു. ഒന്നാം UPA അതായത് രാജ്യത്ത് വിപ്ലവകരമായ പരിഷ്കാരങ്ങളും മാറ്റങ്ങളും ഉണ്ടാക്കാൻ മൻമോഹൻ സിംഗിന് കഴിഞ്ഞു. അതായത് തൊഴിലുറപ്പ് പദ്ധതി, അത് ഞാൻ പറയാമല്ലോ, മൻമോഹൻ സിംഗിൻ്റെ ഉദാരവൽക്കരണം എന്ന് പറയുന്നത് പാശ്ചാത്യ ലിബറലൈസേഷൻ ആയിരുന്നില്ല. പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവിൻ്റെ മിക്സഡ് എക്കോണമി എന്ന് പറയുന്നത് പോലെ അദ്ദേഹം ഒരു അദ്ദേഹത്തിൻ്റെ മുഖമുദ്രയുള്ള ഉദാരവൽക്കരണമാണ് കൊണ്ടുവന്നത്. അദ്ദേഹം പറഞ്ഞു, എൻ്റെ ലിബറലൈസേഷൻ ഇറ്റ് ഈസ് എ ലിബറലൈസേഷൻ വിത്ത് എ ഹ്യൂമൻ ഫേസ്. മനുഷ്യമുഖമുള്ള ലിബറലൈസേഷൻ എന്ന് പറഞ്ഞാൽ ലിബറലൈസേഷനിൽ വരുന്ന അതുവഴി ഉണ്ടാകുന്ന സാമ്പത്തിക നേട്ടങ്ങളുടെ ഗുണഭോക്താക്കളാക്കി ഗവൺമെൻറ് തന്നെ സാധാരണക്കാരെയും പാവങ്ങളെയും അതിൻ്റെ ഗുണഭോക്താക്കളാക്കി മാറ്റും. അങ്ങനെയാണ് ഏറ്റവും വലിയ സാമ്പത്തിക തകർച്ചയിൽ നിന്ന് രാജ്യത്തിന് 2 ലക്ഷം രൂപ വരെ കടമുള്ള എല്ലാ കർഷകരുടെയും കടം എഴുതിത്തള്ളാൻ കഴിഞ്ഞത്. അതിനുള്ള പണം ഉണ്ടായത് ഉദാരവൽക്കരണം. ആ ഉദാരവൽക്കരണത്തിൽ ലഭിച്ച പണം അദ്ദേഹം കർഷകർക്ക് ഉപയോഗിച്ചു. അങ്ങനെയാണ് അദ്ദേഹം തൊഴിലുറപ്പ് പദ്ധതി ആരംഭിച്ചത്. തൊഴിലുറപ്പ് പദ്ധതി എന്ന് പറഞ്ഞാൽ അന്ന് തുടങ്ങിയത് ഇന്നത്തെ പോലല്ല. ജോലി ഉണ്ടേലും ഇല്ലേലും 100 തൊഴിലില്ലാത്ത 100 പേർക്ക് തൊഴിലില്ലാത്തവർക്ക് വേതനം നൽകും. 100 ദിവസത്തെ വേതനം നൽകുന്നത്. എത്ര പേരുണ്ടെങ്കിലും തൊഴിലില്ലാത്തവർക്ക് 100 ദിവസത്തെ വേതനം നൽകുമെന്നായിരുന്നു. പിന്നെ വന്ന ഗവൺമെൻറ്റുകൾ വെട്ടിത്തിരുത്തി എല്ലാം ജോലി ഉണ്ടെങ്കിലേ കാശുള്ളൂ, അതിന് ജോലി ഉണ്ടേലും കാശില്ലാത്ത സ്ഥിതിയിലേക്ക് മാറ്റിയത് വളരെ കഷ്ടകരമാണ്. അതിലേക്ക് ഞാൻ കടക്കുന്നില്ല. പക്ഷെങ്കിൽ
അത്തരം പരിഷ്കാരങ്ങൾ കൊണ്ടുവരാനൊക്കെ കഴിഞ്ഞത് സാമ്പത്തിക പരിഷ്കാരത്തിൻ്റെ അന്ന് വരുത്തിയ മാറ്റത്തിൻ്റെ ഉദാരവൽക്കരണത്തിൻ്റെ പരിണത ഫലമാണ്. പിന്നെ രാജ്യത്ത് നോക്കാമല്ലോ, നമ്മുടെ രാജ്യ വിവരാവകാശ നിയമം ഏതാ അതുവരെ ആരും തൊടാൻ ഒരു ഗവൺമെൻറ് സ്പർശിക്കാൻ തയ്യാറാകാതിരുന്ന ആ രംഗത്തെ കടന്ന് വിവരാവകാശ നിയമം പാസ്സാക്കി. വിപ്ലവകരമായൊരു നിയമമാണ്. വിദ്യാഭ്യാസം മൗലിക അവകാശമാക്കി. അങ്ങനെ വലിയ നേട്ടങ്ങളുടെ ഒരു കഥ തന്നെ, ഒരു 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 ശൃംഖല തന്നെ മൻമോഹൻ സിംഗിൻ്റെ ഗവൺമെൻറ്റിൻ്റെ കാലത്തുണ്ടായിട്ടുണ്ട് എന്ന കാര്യത്തിൽ സംശയമില്ല. അദ്ദേഹം ഇന്ത്യ കണ്ട ഏറ്റവും വലിയ സാമ്പത്തിക വിദഗ്ധൻ, ഇന്ത്യ കണ്ട ഏറ്റവും വലിയ ധനകാര്യമന്ത്രി, അതുപോലെ തന്നെ ഇന്ത്യയിലെ പ്രഗത്ഭനായ പ്രധാനമന്ത്രിമാരുടെ മുൻപന്തിയിൽ നിൽക്കുന്നു. അതാണ് അദ്ദേഹം. അതിപ്പം മോഡിയുമായി ശ്രീ മൻമോഹൻ സിംഗിനെ തുടങ്ങാൻ പറ്റില്ല. മൻമോഹൻ സിംഗ് എതിർക്കുന്നവരെ, എതിർപ്പുകാരെ അവരെ ഒന്നും അധിക്ഷേപിക്കുകയോ അവർക്കെതിരെയൊന്നും പറയുകയോ ചെയ്യില്ല. മറിച്ച് വ്യത്യസ്ത അഭിപ്രായമുള്ളവരെ വിളിച്ചു വരുത്തി അവരോട് ഡിസ്കസ് ചെയ്ത് കാര്യങ്ങൾ. അങ്ങനെയാണല്ലോ. അതായത് മൻമോഹൻ സിംഗ് ഉദാരവൽക്കരണ നിയമം കൊണ്ടുവന്നപ്പോൾ കോൺഗ്രസ്സിലെ കുറേ പേര് എതിർത്തു, ഇടതുപക്ഷം എതിർത്തു. അവർക്കെതിരെയൊന്നും മൻമോഹൻ സിംഗ് ഒന്നും പറഞ്ഞില്ല. അവരെയൊക്കെ സംവാദത്തിൽ കൂടെ ചർച്ച ചെയ്ത് കാര്യം ബോധ്യപ്പെടുത്താൻ ശ്രമിക്കുകയും വ്യത്യസ്ത അഭിപ്രായം ഉണ്ടാകുന്നവരോട് വിയോജിപ്പ് ഉണ്ടെങ്കിലും വ്യക്തിപരമായ യാതൊരു അകൽച്ചയും ഉണ്ടാകാത്ത വലിയൊരു മനുഷ്യനായിരുന്നു മൻമോഹൻ സിംഗ്. അത് സാധാരണ രാഷ്ട്രീയക്കാരിൽ നിന്ന് വ്യത്യസ്തനായിരുന്നു അദ്ദേഹം. സാധാരണ രാഷ്ട്രീയക്കാർ എന്ന് പറയുന്ന എടുക്കുന്ന സമീപനങ്ങൾ അദ്ദേഹം എടുത്തിരുന്നില്ല. അതുകൊണ്ട് മൻമോഹൻ സിംഗ് വ്യത്യസ്തനായ പ്രധാനമന്ത്രിയായിരുന്നു എന്ന കാര്യത്തിൽ സംശയമില്ല. അതെ, നല്ല അടുപ്പമാണ്. അതായത് ഉദാരവൽക്കരണ നയം കൊണ്ടുവരുന്നപ്പോൾ അദ്ദേഹം ധനകാര്യമന്ത്രിയും ഉദാരവൽക്കരണത്തിൻ്റെ ചാർജുള്ള വ്യവസായ ഇൻഡസ്ട്രിയൽ പോളിസിയുടെ മന്ത്രിയും ഞാനായിരുന്നു. ഞാൻ അന്ന് MOS ആയിരുന്നെങ്കിലും എനിക്ക് ഇൻഡസ്ട്രിയൽ പോളിസിയുടെ ഫുൾ ചുമതല തന്നിരുന്നു. അപ്പോൾ ആ രംഗത്ത് ഞങ്ങൾ സഹകരിച്ചാണ്, ഒരുമിച്ചാണ് പ്രവർത്തിയുള്ള. അദ്ദേഹത്തിന് എൻ്റെ ഒരുപാട് കാര്യങ്ങൾ എനിക്ക് അനുഭവമുണ്ട്. അതെല്ലാം പറയാനിവിടെ സമയമില്ലാത്തതുകൊണ്ട് അതിലൊക്കെ കിടക്കുന്നില്ല.